ഹലോ, ഇന്നൊരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. നമുക്ക് ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുള്ള പീസാണ്. അപ്പോൾ അതുപോലെ രണ്ടായിട്ട് മടക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് അളവ് ഡ്രസ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അളവ് ഡ്രസ്സ് ഞാൻ മറിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ ഞാനിങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റ് ഇവിടെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ 2 ഷോൾഡറിൻ്റെ ആം ഹോള് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് ആം ഹോളിൻ്റെ ആ ഒരു ഏരിയ എത്രയാണോ വരുന്നതെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് ശേഷം ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് പിന്നെ സ്ലിറ്റിനുള്ള പോർഷൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്ലിറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള അളവ് ഡ്രസ്സിനെക്കാട്ടും 1 ഇഞ്ച് കൂടുതൽ വേണം സ്ലിറ്റിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ടത് കൊണ്ട് ഇറക്കം മാർക്ക് ചെയ്യുമ്പോഴും ഇതുപോലെ അളവ് ഡ്രസ്സിനെക്കാട്ടും 1 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് മാർക്ക് ചെയ്യാൻ. കാരണം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലെങ്ത്ത് വല്ലാണ്ട് കുറഞ്ഞു പോകും. പിന്നെ ഈ അളവ് ഡ്രസ്സ് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസിനുള്ള മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ബാക്ക് പീസിനെക്കാട്ടും കുറച്ചും കൂടി വീതി കൂടിയിട്ടുള്ള മെറ്റീരിയൽ വേണം ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഫ്രണ്ട് പീസ് ഇതുപോലെ രണ്ടായിട്ട് തന്നെ മടക്കുക. അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. വയ്ക്കുമ്പോൾ തെറ്റരുത്, ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് തന്നെ വേണം ബാക്ക് പീസിൻ്റെ ഈ ഓപ്പണിങ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എത്രത്തോളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് നീക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ബാക്ക് പീസ് തന്നെ മുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ മെറ്റീരിയൽ നമുക്ക് കിട്ടും. മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്ക് പീസിന് എത്ര മെറ്റീരിയലാണ് വേണ്ടത് അതിനെക്കാട്ടും ഒരു 5 ഇഞ്ച് കൂടുതൽ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് എടുക്കുക. എക്സ്ട്രാ വന്നിട്ടുള്ള ഒരു പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണത് എന്നുള്ളത് നോക്കാം. ഫ്രണ്ട് പീസിൻ്റെ എക്സ്ട്രാ വരുന്ന പോർഷൻ വരച്ച് അടയാളപ്പെടുത്തി മാറ്റി വയ്ക്കുക. ഇനി ബാക്ക് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഈ ഒരു നെക്ക് പോർഷൻ്റെ അടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് നെക്ക് കിട്ടുക. ഈ ഒരു പീസ് ക്ലോത്തിൻ്റെ 3 സൈഡും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഈ പീസ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പീസ് വെക്കുമ്പോൾ സ്റ്റിച്ച് വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൽ ഈ കർവ് വരുന്ന ഏരിയയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കട്ട് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ പതിച്ചൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പീസ് ഉള്ളിലോട്ട് ഇതുപോലെ വരുന്ന രീതിയിൽ എല്ലാം ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് പീസിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് നോക്കാം. ഫ്രണ്ട് പീസ് ഇതുപോലെ രണ്ടായിട്ട് തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മളൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നെക്കിൻ്റെ ലെങ്ത്താണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നെക്കിൻ്റെ ലെങ്ത്ത് 5 ആണെങ്കിൽ ഇവിടെ 5 ആണ് മാർക്ക് ചെയ്യേണ്ടത്. 6 ആണെങ്കിൽ 6 ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 3.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ച് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു ഏരിയയിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, വീഡിയോയിൽ അത് വിസിബിൾ അല്ല. ഇനി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ വിട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പോർഷൻ വിട്ടിട്ട് ഞാനിവിടെ ഒരു 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. ലെങ്ത്ത് ഞാനിവിടെ 7 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിങ്ങനെ സ്ലോപ്പായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇവിടെ വി നെക്കാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് റൗണ്ട് നെക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് നെക്കും ചെയ്യാം. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ പീസ് ഇതേപോലെ നിവർത്തി ഇങ്ങനെ എടുക്കുക. നിവർത്തി എടുത്തതിന് ശേഷം ഇവിടെ കറക്റ്റ് സെൻട്രൽ പോയിൻ്റ് എടുത്തിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്രണ്ടിലപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതിൽ മറച്ചടിക്കാനുള്ള പീസ് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ 2ആയിട്ട് തന്നെ മടക്കി വയ്ക്കുക. ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ തന്നെ 2ആയിട്ട് ഇങ്ങനെ മടക്കുക. ഇതിനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൻ്റെ 3 സൈഡും ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്ക് പീസിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലും ബാക്ക് പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ എപ്പോഴും നമ്മൾ ചെരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കുക. അപ്പോൾ ചെരിച്ച് വരച്ചിട്ട് ആ വരയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിവശം ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു സ്ലീവ്ലെസ് ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ് വെച്ച് കൊടുത്തിട്ടില്ല. സ്ലീവിൻ്റെ ആ ഒരു ഏരിയ ഇതുപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്